ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീടിന്റെ പാലാ ചെല്ലാൻ കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. അന്നോട്ട് എനിക്ക് നന്ദുവിനും നല്ല പനിയും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒരുവിധം ഓക്കെ വരുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ വീടിന്റെ ഹോം ടൂർ എന്താ ചെയ്യാത്തതെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഹോം ടൂർ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ട്. അപ്പം സിറ്റ് ഔട്ട് ഒരു 4-8 മോഡലാണ് പ്ലാൻ ചെയ്തത്. ഒരുവിധം അതുപോലെയൊക്കെ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡോർ തുറന്ന് വീടിന്റെ അകത്തോട്ട് കയറുകയാണ്. ഈ ഇവിടുത്തെ ഡോർ എല്ലാം പണിതേക്കുന്നത് പ്ലാവ് കൊണ്ടാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വീട്. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കണ്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടുത്തെ കിച്ചൺ എല്ലാം പണിതേക്കുന്നത് WPCയിലാണ് കേട്ടോ. WPCക്കകത്ത് പിങ്ക് ബോർഡിലാണ് ഇതെല്ലാം പണിതേക്കുന്നത്. ഇവിടുത്തെ ഹാൻഡിൽ മൊത്തം ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഹാൻഡിലും പിങ്ക് ബോർഡും. ഇത് നമ്മുടെ മെയിൻ കിച്ചനാണ്. മെയിൻ കിച്ചനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ കുഞ്ഞു കിച്ചനും. നമ്മുടെ കുഞ്ഞു കിച്ചണിൽ അത്യാവശ്യം കബോർഡ് വർക്ക് മണ്ടയിലും ഉണ്ട് കേട്ടോ. 2 കിച്ചണിലും മണ്ടയിലും താഴെയായിട്ട് അത്യാവശ്യം കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2 കിച്ചന്റെ സ്ലാബ് എല്ലാം ഗ്രാനൈറ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലോറിംഗ് എല്ലാം വൈറ്റ് ടൈൽസ് ആണ്. ഈ ഫ്ലോറിംഗ് ടൈൽസ് തന്നെയാണ് നമ്മൾ സിറ്റ് ഔട്ട് വരെയും പോയേക്കുന്നത്. നമ്മളിവിടുത്തെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് LGയുടെ നോക്ക് ഡോർ ആണ്. ആ ഒരു ചെറിയ പാസേജ് ഉണ്ടോ, ആ പാസേജിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉള്ളത്. നമ്മുടെ പാലാച്ചിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നൊക്കെയായിരുന്നു പ്ലാനിങ്. പക്ഷെ പാലാച്ചി കഴിഞ്ഞതിന് ശേഷം അതിനൊന്നും സമയം കിട്ടുന്നില്ല കേട്ടോ. കാരണം ഡൈനിങ് ഏരിയ തന്നെ ഫുഡ് കഴിക്കുക, വർക്ക് ചെയ്യുക, ഇതൊക്കെ തന്നെ പരിപാടികൾ. അപ്പം നമ്മൾ ഡൈനിങ് ഏരിയ കണ്ടോ, ഇവിടുത്തെ ഒരു ഭിത്തി കണ്ടോ, ഒരു ചെങ്കലിന്റെ ഡിസൈൻസ്. നമ്മൾ ഇവിടുത്തെ പെയിന്റ് പണി കൊടുത്തത് നടേരയിലുള്ള ഷമീർ എന്ന ചേട്ടനാണ് കേട്ടോ. അപ്പം പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ചേട്ടാ ഇവിടുത്തെ ലുക്ക് എല്ലാം നോക്കിയിട്ട് ചേട്ടന് എങ്ങനെയാണോ മാച്ച് ആവുന്നത് അതുപോലുള്ള വർക്കുകൾ ചെയ്തോ. ടെസ്റ്റർ വർക്ക് ആയിക്കോട്ടെ, പെയിന്റ് വർക്ക് ആയിക്കോട്ടെ, ഞാൻ ഒന്നിലും കൈ കടത്തിയിട്ടില്ല. പുള്ളി അതുപോലെ തന്നെ പറഞ്ഞ പോലെ നല്ല നീറ്റായിട്ട് പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ മനസ്സിനെടുത്ത ഓരോ വർക്കുകളാണ് അത്. പുള്ളി നല്ല നീറ്റായിട്ട് ഔട്ട് കണ്ടപ്പം നമുക്ക് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം ഇഷ്ടപ്പെട്ടു. അപ്പോഴേ ഇവിടുത്തെ എല്ലാവർക്കും പുള്ളിയാണ് ചെയ്തത് കേട്ടോ, പെയിന്റിങ്ങും ടെസ്റ്ററും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലാണ് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിന്റെ 3 ഭിത്തിയിൽ വൈറ്റും നമ്മുടെ ഒരു ഭിത്തിയിൽ നമുക്ക് ലൈറ്റ് ഗ്രേ കളറുള്ള ടെസ്റ്റർ വർക്കാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ കട്ടിലെയും തലഭാഗത്ത് നമ്മൾ കുഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കുഷൻ എടുത്തു കൊടുത്ത് പണിതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ്രോബ് 4 ഡോറുള്ള വാർഡ്രോബാണ് കേട്ടോ. അതും WPC തന്നെയാണ്. ഈ WPC ചെയ്ത വാർഡ്രോബിന്റെ ബാക്കി പീസ് കൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ മേക്കപ്പ് യൂണിറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, എന്നാൽ ഒട്ടും ചെറുതുമല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ബാത്റൂമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ബെഡ്റൂമിൽ നമുക്ക് ബാത്റൂം ഇല്ല. വാസ്തുപരമായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ബാത്റൂം പാടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ബെഡ്റൂമിൽ നമ്മൾ ബാത്റൂം വെക്കാത്തത്. ഈ റൂമില് ഒരു ഭിത്തിയിലായിട്ട് ഡാർക്ക് ഗ്രേ തീമാണ് കേട്ടോ. അത് ടെക്സ്ചർ വർക്കാണ്, പുട്ടി വർക്കാണ്. അതുകൂടാതെ ആ 3 ഭിത്തിയിലും വൈറ്റ് ആണ്, അത് പെയിന്റ് വർക്കാണ് കേട്ടോ. അപ്പം ഈ ഒരു തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൈൻഡ്സ്, റോമൻ ബ്ലൈൻഡ്സ് ഗ്രേ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡിന്റെ കവറും ഗ്രേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് 3 ഡോറിന്റെയാണ്. ആ 3 ഡോറിന്റെ വാർഡ്രോബിന്റെ ബാലൻസ് മെറ്റീരിയൽ കൊണ്ടാണ് ഇവിടുത്തെ മേക്കപ്പ് യൂണിറ്റും പണിതേക്കുന്നത്. അത്യാവശ്യം ഒരു ഗസ്റ്റ് വരുമ്പോൾ കിടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് നമ്മുടെ കോമൺ ബാത്റൂമിലാണ് കേട്ടോ. നമ്മുടെ കോമൺ ബാത്റൂം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന് പുറത്തായിട്ടൊരു ബാത്റൂം ഇല്ല. അപ്പം ഗസ്റ്റോ പുറത്തുനിന്ന് ആര് വന്നാലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാത്റൂം കോമൺ ബാത്റൂമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് ആയിട്ടാണ് കേട്ടോ കോമൺ ബാത്റൂം പണിതേക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വാഷ് ബേസിൻ കൗണ്ടറും ഉള്ളത്. നമ്മുടെ കോമൺ ബാത്റൂമിന്റെ ഡോർ എന്ന് പറയുന്നത് FRP മെറ്റീരിയലാണ്. അത്യാവശ്യം ഇപ്പോഴത്തെ കാലത്ത് ബെസ്റ്റ് എന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഡോർ പണിത് വാങ്ങിച്ചത്. അപ്പം നമ്മുടെ ബാത്റൂം ഇതാണ്. അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് ഉണ്ട്. നമ്മുടെ ബാത്റൂമിനെ പറ്റിയ എല്ലാ ഫിറ്റിങ്സും, നമ്മളെ വീടിന്റെ പെയിന്റും, ഈ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തേക്കുന്നത് നടയറയിലുള്ള കുന്നിൽ ഹാർഡ്വെയർസ് എന്നാണ് കേട്ടോ. അവിടുത്തെ ചേട്ടന് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. മാത്രവുമല്ല അവിടുത്തെ മെറ്റീരിയൽ എല്ലാം പക്ക ക്വാളിറ്റിയാണ്, അത്യാവശ്യം വിലക്കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വർഷങ്ങളായിട്ട് എന്റെ കുടുംബ വീട്ടിലും ഇവിടത്തേക്കും എല്ലാം ഞാൻ ആ കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത്. അപ്പം ഇവിടുത്തെ ടൈൽസ് എല്ലാം ചൂസ് ചെയ്തിരിക്കുന്നത് നന്ദുവാണ് കേട്ടോ. ആദ്യം എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, കാരണം ഈ ലൈൻസ് ഉള്ള ടൈൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കൊള്ളാം അല്ലേ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോണത് നമ്മളെ വാഷ് ബേസിൻ കൗണ്ടർ ആണ് കേട്ടോ. വാഷ് ബേസിൻ കൗണ്ടർ ഫുള്ള് ഡാർക്ക് തീമാണ്. അവിടുത്തെ ഭിത്തി ആയിക്കോട്ടെ, ആ വാഷ് ബേസിൻ യൂണിറ്റ് ആയിക്കോട്ടെ, ഗ്രാനൈറ്റ് സ്ലാബ് ആയിക്കോട്ടെ, എല്ലാം ബ്ലാക്ക് ആണല്ലേ. ആ ബ്ലാക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി എനിക്ക്. നിങ്ങൾക്ക് തോന്നില്ലേ ആ ഒരു ബ്ലാക്കും ആ ഒരു ഗോൾഡും? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. അപ്പം അവിടുത്തെ ഒരു ഗ്ലാസ് കണ്ടോ, മിറർ. ആ മിറർ ഞാൻ ആ ഷേപ്പിന് വെട്ടി വാങ്ങിച്ചാണ് കേട്ടോ. വെട്ടി വാങ്ങിച്ചിട്ട് ഭിത്തിയിൽ നല്ല പോലെ അത് ഗമ്മോ പശയേണ്ട കൊടുത്ത് വെച്ചിരിക്കുകയാണ്. ഇളയി പോലെന്ന് വിചാരിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കയറുന്നത് നമ്മളെ മോന്റെ റൂമിലാണ് കേട്ടോ. നമ്മുടെ മോന്റെ റൂം എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. വീഡിയോയിൽ കാണാൻ തോന്നുന്നുണ്ടോ 13x13 സൈസ്. അപ്പം അതിന്റെ ഒരു ഭിത്തിയില് ഒരു ഓറഞ്ച് റെഡ് കളർന്ന ഒരു ടെസ്റ്റർ വർക്കാണ്. ബാക്കിയുള്ള 3 ഭിത്തിയില് വൈറ്റ് ആണ്. ഇവിടെ ഇതുപോലെ തന്നെ ഒരു മേക്കപ്പ് യൂണിറ്റ് ഉണ്ട്. അത് ഇവിടുത്തെ വാർഡ്രോബ് പണിതിട്ട് അതിൽ നിന്നുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സീലിംഗ് വർക്ക് എല്ലാം ജിപ്സം വർക്കാണ്. അത്യാവശ്യം സ്ട്രിപ്പ് ലൈറ്റ് മറ്റോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മോന്റെ വാർഡ്രോബ്സ്. അവനിപ്പോ ഉപയോഗിക്കാറായിട്ടില്ല, എന്നാലും വലുതാകുമ്പോൾ ഉപയോഗിക്കാലോ അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടില് മെയിൻ ആയിട്ട് 3 ബെഡ്റൂം ഉണ്ട്. ആ 3 ബെഡ്റൂമില് 2 ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ച്ഡും 1 ബെഡ്റൂമിന് ബാത്റൂം ഇല്ലാത്തതാണ് കേട്ടോ. അതിന് പകരമാണ് ഒരു കോൺ ബാത്റൂം ഉള്ളത്. അപ്പൊ ഇതാണ് മോന്റെ റൂമിലുള്ള ബാത്റൂം. ഇവിടുത്തെ ടൈൽസ് ഒക്കെ എടുത്തേക്കുന്ന നന്ദുവാണ് കേട്ടോ. നന്ദുവിന്റെ സെലക്ഷൻ ആണ്. അത്യാവശ്യം ആ റൂമിലെ കളറിന് മാച്ചായ ഒരു ടൈലാണ് ഒരു ഭിത്തിയിൽ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി 3 സൈഡും വൈറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ മിററൊക്കെ ഉണ്ട്. നമ്മുടെ 3 ബാത്റൂമിന് അത്യാവശ്യം ചെറിയ മിററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പോകുന്നത് നമ്മുടെ ഹോളിലോട്ടാണ് കേട്ടോ. നമ്മുടെ ഹോളിലാണ് നമ്മളെ TV യൂണിറ്റും സോഫ സെറ്റും എല്ലാം ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ TV യൂണിറ്റ് നമ്മൾ വീട്ടിലോട്ട് കയറുന്ന ലെഫ്റ്റ് ഭിത്തിയിലാണ് നമ്മൾ TV യൂണിറ്റ് വെച്ചേക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് സോഫ സെറ്റും വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആ ഉള്ളൊരു സ്പേസിന് നമ്മൾ നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ആ സോഫ സെറ്റിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മള് പ്ലേ ബട്ടൺ വെക്കാനുള്ള റാക്കെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കുഞ്ഞു വീടിന്റെ ഹോം ടൂർ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.